അങ്ങനെ തന്നെ പറയണം, അങ്ങനെ തന്നെ പറയണം. അങ്ങനെ തന്നെ കേൾക്കണമല്ലോ, ഒരു കേൾക്കാൻ വേണ്ടി പറയുന്നത്. കത്തിനേക്ക് ഇട്ടോ 5,000 ലിറ്റർ കൊടുക്കണം. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ മണ്ഡല കമ്മിറ്റിനോട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളതൊക്കെ. നമസ്കാരം. ഇനിയും ഏറ്റുവാങ്ങാൻ എന്തൊക്കെയോ ഇടത് പാർട്ടിക്ക് ഇനിയും ബാക്കി. വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ കണ്ടാൽ അങ്ങനെ പറഞ്ഞു പോകും. കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു സഹാവ് തന്റെ CPM പാർട്ടി അംഗത്വ കാർഡ് അടുപ്പിലിട്ട് കത്തിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. തത്തുമയും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ ഒരു സഹാവാണ് പാർട്ടി അംഗത്വ കാർഡ് കത്തിച്ചു കളഞ്ഞതെങ്കിൽ ഇന്നിതാ ഒരു കൂട്ടം സഹാക്കളാണ് പാർട്ടി അംഗത്വ കാർഡ് കൂട്ടിയിട്ട് കത്തിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ? അങ്ങനെ തന്നെ പറയണം, അങ്ങനെ തന്നെ പറയണം. അങ്ങനെ തന്നെ കേൾക്കണമല്ലോ, ഒരു കേൾക്കാൻ വേണ്ടി പറയുന്നത്. കത്തിനേക്ക് ഇട്ടോ 5,000 ലിറ്റർ കൊടുക്കണം. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ മണ്ഡല കമ്മിറ്റിനോട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളതൊക്കെ. എന്തായാലും തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികൾ തന്നെയാണ് ഇപ്പോൾ ഇടതിനെ തേടിയെത്തുന്നത്. സംസ്ഥാനത്ത് ഭരണത്തിൽ ഇരുന്നിട്ടും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയായിരുന്നു ഇടതിന് നേരിടേണ്ടി വന്നത്. ആലത്തൂരിൽ കനലൊരു തരിയായി ഇടതിന് അണയേണ്ടി വന്നു. കൂടാതെ ആലപ്പുഴയിലെ സിറ്റിംഗ് സീറ്റിൽ ആരിഫ് 8 നിലയിൽ പൊട്ടിയതും നമ്മൾ കണ്ടു. കൂടാതെ ഇതിനിടയിൽ മലപ്പുറം പൂക്കോട്ടൂർ പഞ്ചായത്തിൽ CPI പിരിച്ചുവിട്ടു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. മലപ്പുറം മണ്ഡലം സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും പാർട്ടി വിരുദ്ധ നിലപാടുകളിൽ മറ്റ് അണികൾക്കിടയിൽ തന്നെ അമർഷം ഉയർന്നു വന്നിരുന്നു. കൂടാതെ പാർട്ടി ഭരണഘടന കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലും സ്വന്തം കാര്യലാഭങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങളിലിരുന്ന് പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നതിലും CPM അടക്കമുള്ള പങ്കാളികളായ കേരളത്തിലെ നെറുകെട്ട ഭരണത്തിലും പ്രതിഷേധിച്ചായിരുന്നു പൂക്കോട്ടൂർ ലോക്കൽ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികളും പിരിച്ചുവിട്ടത്. കൂടാതെ ഒരു പാർട്ടി മെമ്പർമാരും മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തായാലും ഇടതുപക്ഷത്തിന് ഇത് തിരിച്ചടികളുടെ കാലമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജാവിനെ പോലെ പെരുമാറരുതെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ തുറന്നടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ മുതിർന്ന നേതാക്കൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ പാർട്ടി അണികളുടെയും ജനങ്ങളുടെയും അഭിപ്രായം എന്തായിരിക്കുമെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.